ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ടെമ്പിൾ ഡേറ്റ് ആണ്. എൻ്റെ കൂടെ പാറുണ്ട്, വേറൊരു ദേവികയുണ്ട്. എനിക്ക് പുതിയൊരു ദേവികേനെ ഫ്രണ്ടായിട്ട് കിട്ടി ഗൈസ്. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് ഏറ്റുമാനൂർ മഹാദേവ ടെമ്പിളിലാണ്. ഇവള് ഫസ്റ്റ് ടൈമാണ്, ഇവള് പോയിട്ടില്ല, ദേവിക പോയിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട്, പാറും പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നൊന്നും കൂടി പോവാണ്. ഞങ്ങൾക്ക് ഇന്ന് ലീവാണ്. ഞങ്ങൾ മൂന്നൊരു വീട്ടിലൊന്നും പോയില്ല. ഹോസ്റ്റലിൽ നിന്ന് രാവിലെ റെഡിയായി അതെ ഇപ്പോൾ ബസ് കയറാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് ഇപ്പോൾ ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. എന്നാൽ നമുക്ക് അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ കാണാം. ഇതാ ബസ് നോക്കി ബസ് കാണാത്തതുകൊണ്ട് എന്താ ഷാളിൻ്റെ തുമ്പ് മടക്കിക്കൊണ്ടിരിക്കുന്നു. അതെ, പഴയ സിനിമാ നടിയെ പോലെ ഉണ്ട്. കമ്മലൊക്കെ കണ്ടോ? പൊട്ട് കണ്ടോ ഗൈസ്? വട്ടപ്പൊട്ട് നല്ല ഗോപിപ്പൊട്ട് കുഞ്ഞാക്കി തൊട്ടിരിക്കുന്നു. ഓ ഗൈസ്, നമ്മുടെ ബസ് വരുന്നു ഗൈസ്. അതാണ് നമ്മുടെ മോർണിംഗ് സ്റ്റാർ. നമ്മൾ അങ്ങനെ ഏറ്റുമാനൂർ അമ്പലത്തിന് മുമ്പിലെത്തി. ദേവമുടി കെട്ടുവാണ്. എക്സ്പെക്റ്റഡ് ആയിട്ട് ശങ്കറിന്റെ കൂട്ടുകാരനായ കമൽകാന്തിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് ഏറ്റുമാനൂർ ബസ്. ഹലോ കമൽകാന്ത്, എന്താണ് ഇവിടെ? പല പ്രാവശ്യം ഏറ്റുമാനൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ആദ്യമായിട്ട് തൊഴുന്നത്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ കണ്ടു ആലിലേക്കകത്ത് എല്ലാവരും കല്ല് വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു ചേച്ചീൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ കല്ലങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹം നടക്കുമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കല്ലൊക്കെ വെച്ചിട്ട് കുളത്തിലേക്ക് പോയി. പാറു ചന്ദനത്തിന് വേണ്ടി വെള്ളം അന്വേഷിച്ച് പോവുകയാണ്. അമ്പലത്തിൽ പോയി ചന്ദനം നിർബന്ധമാണല്ലോ. അപ്പോൾ പാറു വെള്ളമൊക്കെ കണ്ടുപിടിച്ച് ചന്ദനം ചാലി തൊടുകയാണ്. ആ കൂടെ ദേവനും തൊട്ട് കൊടുത്ത്. അപ്പം ഞാൻ നോക്കപ്പോൾ എനിക്കും വേണ്ടേ. അപ്പോൾ പാറു എനിക്കും ചന്ദനമൊക്കെ തൊട്ട് തന്ന്. പിന്നെ ഞങ്ങൾ കുളമൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു. ഇങ്ങോട്ട് നോക്കി രണ്ടിനോടി. നമ്മൾ ഏറ്റുമാനൂർ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞു. ഏകദേശം 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തൊഴുവായിരുന്നുണ്ട്. കാരണം ഇവിടെ എല്ലാ പ്രതിഷ്ഠകളും തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ തൊഴുതിറങ്ങണമെങ്കിൽ മൊത്തം ഒന്ന് കണ്ട് തൊഴുതിറങ്ങണമെങ്കിൽ ഈ ഒരു ടൈം എടുക്കും. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് തൊഴുതൊക്കെ കഴിഞ്ഞ് അമ്പലക്കുളത്തിൻ്റെ ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കുകയാണ്. അപ്പോൾ എന്താണ് അമ്പലത്തിൽ വന്നിട്ടുള്ളൊരു അനുഭവം പറയാനുള്ളത്? ഫസ്റ്റ് ടൈം അല്ലേ വന്നിട്ട്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ആംബിയൻസ് മൊത്തത്തിൽ. ഈ അമ്പലക്കുളവും അമ്പലത്തിൻ്റെ ആർക്കിടെക്റ്റും അങ്ങനെ മൊത്തത്തിൽ നമ്മൾ അമ്പലത്തിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഒരു റിലാക്സ് ചെയ്യാനും ആ ഒരു മൈൻഡ് ഒന്ന് റീഫ്രഷ് ചെയ്യാനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് എന്താ ഞങ്ങൾക്ക് പോകാൻ തോന്നില്ല, ഞങ്ങളിങ്ങനെ കുളത്തിനോട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതുപോലെ എന്താണ് പറയാനുള്ളത്? എനിക്ക് ഭയങ്കര സമാധാനം ഫീൽ ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇതാ ഈ ചന്ദനം കിട്ടി, ബ്ലാക്ക് ചന്ദനം, ഗണപതിൻ്റെ ചന്ദനം കിട്ടി. അത് പാവ തൊട്ടുള്ളല്ലേ. പിന്നെ എന്ത് ചന്ദനം കിട്ടി? സർപ്പത്തിൻ്റെ മഞ്ഞ ചന്ദനം കിട്ടി. അപ്പം അങ്ങനെയൊക്കെ ചന്ദനമൊക്കെ തൊട്ട് ഞങ്ങൾ അമ്പലവാസ കുട്ടികളായി. നമ്മുടെ ഏറ്റുമാനൂർ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേറൊരു അമ്പലമുണ്ട്. അത് ഇതിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അന്തിമഹാകാളൻ കാവെന്നാണ് പറയുക. അപ്പോൾ നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് വേണം വരാൻ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതും ഒരു അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. പെരിയാറിലെത്തിടണം തേവരെ കൈവണങ്ങി സന്നിധിയിൽ നിന്നിടണം. ഭരതനെ ലക്ഷ്മണനെ തൊഴുതു വന്നങ്ങകലെ പായമ്മൽ കാവിലും പോന്നിടണേ. ഇതായിരുന്നു നമ്മുടെ വഴിപാടിൻ്റെ പായസം. തിരിച്ച് നമുക്ക് ബസ് കയറാൻ വേണ്ടി കുറച്ച് നടക്കണമായിരുന്നു കേട്ടോ. അപ്പം നടന്നപ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ പാവൻ്റെ ഷോളാണ് കേട്ടോ നമുക്കിത് കൊടയായിട്ട് നിന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ബസ് കയറി.